ഭാരതീയം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കാരുണ്യ സ്പർശവും ഡോക്ടർ ചെമ്പൂർ സുകുമാരൻ നായർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഭാരതീയം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ബിജു പൊന്നു സ്വാഗതം അർപ്പിച്ച ചടങ്ങിൽ കരമന ജയൻ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം എം.ആർ. തമ്പാൻ നിർവഹിച്ചു. കഴിഞ്ഞ 8 വർഷമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ് ഭാരതീയം ട്രസ്റ്റ്. എഴുത്തുകാരനും സാഹിത്യകാരനുമായ ചെമ്പൂർ സുകുമാരൻ നായരുടെ ഓർമ്മകൾ പങ്കുവച്ച് അധ്യക്ഷൻ കരമന ജയൻ സംസാരിച്ചു. ഭാരതീയം ട്രസ്റ്റ് കഴിഞ്ഞ 8 വർഷക്കാലമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ജീവകാരുണ്യ സാംസ്കാരിക സംഘടനയാണ്. ഡോക്ടർ ചെമ്പൂർ സുകുമാരൻ നായർ അദ്ദേഹം ഈ വേദിയിരിക്കുന്ന ഈ സദസ്സിരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. ഞാനും പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്നത്തെ NSSൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ NDPയുടെ സജീവമായ പ്രവർത്തകനും NDPയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ DSUവിൻ്റെ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റുമായി. ശരിക്കും പറഞ്ഞാൽ അന്ന് തൊട്ട് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ ആരാധനയോടുകൂടി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഹൈറ്റും അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം വിളിക്കുന്നത് അടക്കമുള്ള ഞാൻ കഴിഞ്ഞ അനുസ്മരണത്തിൽ പ്രതിപാദിച്ചിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുവാനുള്ള ഒരു ആർജവം എനിക്കുണ്ടായത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ മുദ്രാവാക്യം വിളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ 2023 ദീപാവലി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇവരെല്ലാം കൂടെ ചേർന്ന് ഹരി എന്നെ വിളിച്ചു. പൂർണ്ണ ഹോട്ടലിൽ വെച്ച് അവിടെ വെച്ചാണ് ഒരു ചെറിയൊരു അനുസ്മരണ യോഗം നടന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയത് ചെമ്പൂർ സുകുമാരൻ നായർ എന്ന് പറയുന്ന ഈ എഴുത്തുകാരനും സാഹിത്യകാരനെയും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഭാരതീയം ട്രസ്റ്റിൻ്റെ കാരുണ്യ സ്പർശം എല്ലാ വർഷവും ഒരു മാസം ഒരു ദിവസം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി അവശത അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കാരുണ്യ സ്പർശം അദ്ദേഹത്തിൻ്റെ പേരിലാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ട്രസ്റ്റ് യോഗത്തിൽ തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2023 ഇതേ ദിവസം നവംബർ 25-ാം തീയതി അപ്രതീക്ഷിതമായി വന്നാണ് നമ്മൾ ആ ദിവസം അങ്ങനെ നിന്നത്. പക്ഷേ ഇന്ന് ഫേസ്ബുക്കിൽ മെമ്മറി വന്ന് എനിക്ക് ഇന്ന് അരവിന്ദ് ഐശ്വര്യം മക്കളെ ഓഫീസിൽ വന്ന സമയത്ത് കാണിച്ചു കൊടുത്തു. ഇന്ന് നവംബർ 25-ആണ് കഴിഞ്ഞ വർഷവും നമ്മൾ നടത്തിയത്. സംഭവത്താണ് പങ്കെടുത്തത്. മലയാള ഭാഷയോട് ഒരു താല്പര്യമുണ്ടാക്കാൻ ചെമ്പൂർ സുകുമാരൻ നായർ എന്ന സാഹിത്യകാരനും അധ്യാപകനും സാധിച്ചുവെന്ന് എം.ആർ. തമ്പാൻ പറഞ്ഞു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു നല്ല അധ്യാപകനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു നിയോഗമാണ്, വിധിയാണ്. അതാണ് ഈ ഡിപ്ലോമ എടുത്തു കഴിഞ്ഞിട്ടും ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ എടുത്തിട്ടും ആ രംഗത്ത് പോകാതെ, അതുപോലെ തന്നെ നിയമബിരുദം പൂർത്തിയാകാതിരുന്നത്, അതെല്ലാം ഒരുപക്ഷെ ഈ രാജരാജോർമ്മ പഠന കേന്ദ്രം എന്ന പ്രസ്ഥാനം പടുത്തുയർത്താൻ വേണ്ടി ആയിരിക്കുമെന്ന്. രാജരാജവർമ്മ പഠന കേന്ദ്രം ഒരു കോളേജായിരുന്നില്ല, ട്യൂട്ടോറിയൽ കോളേജ് ആയിരുന്നില്ല. അതൊരു സാംസ്കാരിക പ്രസ്ഥാനം കൂടിയായിരുന്നു. പുസ്തക പ്രസാധനത്തിലും അവരേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ചെമ്പൂരിൻ്റെ ആദ്യ പുസ്തകം മൊഴി വന്ന വഴികൾ പ്രസാദനം ചെയ്തത് രാജരാജവർമ്മ പഠന കേന്ദ്രം. വേറെയും കുറച്ച് പുസ്തകങ്ങൾ പുസ്തകം. പക്ഷേ ആ പുസ്തക പ്രസാദന രംഗത്തും ചെമ്പൂർ എന്തുകൊണ്ടോ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കാവുന്നതാണോ കഴിയാത്തതാണോ എന്തോ അവിടെയും അവിടെ ഉറച്ചു നിന്നിട്ടില്ല. പക്ഷെ എന്തായിരുന്നാൽ തന്നെയും രാജരാജവർമ്മ പഠന കേന്ദ്രത്തിലൂടെ മലയാള ഭാഷയോട് ഒരു പുതിയ തലമുറയ്ക്ക് ഒരു താല്പര്യമുണ്ടാക്കുവാനും മലയാള ഭാഷയെ പഠിപ്പിക്കുന്നതിനും നല്ലൊരു അധ്യാപകനാകാനും ആ പ്രസ്ഥാനത്തെ ഒരു സാംസ്കാരിക പ്രസ്ഥാനമാക്കി ഉയർത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലേക്ക് നോക്കുമ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് നിർധനരായ നിരവധി പേർക്ക് ഭാരതീയം ട്രസ്റ്റ് ഡയാലിസിസ് കാർഡ് വിതരണവും ആരോഗ്യ ധനസഹായം, വിദ്യാഭ്യാസ ധനസഹായം, പെൻഷൻ വിതരണം എന്നിവ നിർവഹിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.